ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ചക്ക അവിയലുണ്ടാക്കിയാലോ? ചക്ക നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇന്ന് ചക്ക മുറിച്ച് നമുക്ക് ഒരു അവിയലുണ്ടാക്കാം. ഈ ചക്ക അവിയൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ചക്ക അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേ, ചീര അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഞാൻ ചെറുപ്പം മുതൽ കാണുന്നത് കേട്ടോ, നമ്മുടെ വീട്ടിൽ ചക്ക അവിയൽ ചീര അവിയലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ചക്ക ശരിക്കും നല്ലൊരു വിഭവമാണ്. ഇപ്പോൾ ചക്ക കൊണ്ട് എല്ലാവരും ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മുള്ളൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ചക്ക അവിയലാവാം. ഓക്കെ. അപ്പോൾ ചക്കയുടെ ഏറ്റവും പുറത്തെ പച്ചമുള്ളുണ്ടല്ലോ, അതങ്ങ് കളയുക. അതിനുള്ളിലെ മടൽ, പിന്നെ വെള്ളരിക്ക, പിന്നെ പടവലങ്ങ, മുരിങ്ങക്ക, ചക്കക്കുരു, ഇതെല്ലാം കൂടി അവിയലിൻ്റെ ഭാഗത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം. ചുള കുറച്ചിട്ടാൽ മതി കേട്ടോ. ചുള കുറച്ച് കൂടുതലായിപ്പോയി അത് കുഴഞ്ഞു പോകും, ഒരു മധുരമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. ചക്ക അവിയലിനൊരു പാകമുണ്ട് കേട്ടോ ഈ ചക്ക നമ്മൾ എടുക്കുന്നതിന്. ഇത് ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർത്ത് നമ്മൾ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പൂള് മാങ്ങ ഇടുക കേട്ടോ. ലേശം മതി മാങ്ങ ഇടുക. ഇതെല്ലാം ചേർത്ത് നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ, നല്ല ജീരകം, പച്ചമുളക്, കരിവേപ്പില, ഇത്രയും നമ്മൾ നന്നായിട്ട് അരയരുത്. അവിയലിനൊരു പാകമുണ്ട്, ആ അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയരുത് കേട്ടോ. ഇത്രയും അരച്ച് ഇതിലോട്ട് ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ കരിവേപ്പില കുറച്ച് കൂടുതലായിക്കോട്ടെ. പിന്നെ ഇറക്കാൻ നേരത്ത് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അവിയലിൻ്റെ. നല്ല സൂപ്പർ അവിയലാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.